നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് ഡേ 6 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 2025 UCL മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് 7ാം റൗണ്ട് മത്സരം 2026 ആരംഭിക്കുകയുള്ളൂ എന്ന് പറയാം. 2026 ജനുവരി 20 അടുത്ത മത്സരങ്ങൾ ആരംഭിക്കുന്നത്, 7ാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ 6ാം റൗണ്ട് കഴിയുമ്പോൾ ഇനി 2 റൗണ്ട് ലീഗ് ഘട്ടത്തിൽ ബാക്കിയുള്ളൂ. മുമ്പിലാരാ എന്താ സംശയം? പെർഫെക്റ്റ് സ്റ്റാർട്ട് അതുപോലെ കൊണ്ടുപോകുന്ന ആഴ്സണൽ അല്ലാതെ മറ്റാര്? ഈ 6ാം റൗണ്ടിൽ റിസൾട്ടുകൾ നോക്കുക. ഒളിമ്പിയാക്കോസ് ഖൈറാത്തിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചപ്പോൾ ബയേൺ 3-1 സ്പോർട്ടിങ്ങിനെയും അറ്റലാന്റ 2-1 ചെൽസിയെയും മൊണോക്കോ 1-0 ഗാലറ്റ സരായിയെയും ബാഴ്സ 3-2 യൂണിയൻ SGയെയും അത്ലറ്റിക്കോ മാഡ്രിഡ് 3-2 PSV ഐന്തോവനെയും തോൽപ്പിച്ചു. ബാഴ്സലോണ വിജയപഥത്തിലേക്ക് മടങ്ങിയെത്തി 2-1 ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിനെ തോൽപ്പിച്ചപ്പോൾ ലിവർപൂൾ ഏറെ പ്രധാനപ്പെട്ട വിജയം ഇന്ററിന് മേൽ നേടി. ഏകപക്ഷീയമായ 1 ഗോളിനായിരുന്നു ജയം. ടോട്ടനാം സ്ലാവിയ പ്രാഹയെ 3-0 തോൽപ്പിച്ചപ്പോൾ VRL 2-3 കോപ്പൻഹേഗനോട് തോറ്റു. കറാബാഗ് 2-4 അയാക്സിനോട് തോറ്റു. ലെവർക്യൂസൻ ന്യൂകാസിൽ യുണൈറ്റഡ് പോരാട്ടം 2-2 സമനില. സിറ്റി 2-1 റയലിനെ തോൽപ്പിച്ചപ്പോൾ ബെൻഫിക്ക നാപ്പോളിയെ 2-0 തോൽപ്പിച്ചിട്ടുണ്ട്. ക്ലബ് ബ്രൂഗെ ആഴ്സണൽ മത്സരം, ആഴ്സണലിൻ്റെ കുതിപ്പ് തുടർന്ന് 3-0 ആഴ്സണൽ ജയിച്ചപ്പോൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയോട് PSG ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. യുവന്റസ് 2-0 പഫേഴ്സിനെ തോൽപ്പിച്ചപ്പോൾ ബോഡോ ഗ്ലിംറ്റുമായിട്ട് ബൊറൂസിയ ഡോട്ട്മുണ്ട് 2-2 സമനിലയിൽ പിരിഞ്ഞു. ഇതാണ് ഈ ഒരു മാച്ച് വീക്കിൽ നടന്ന മത്സരങ്ങൾ. ആ മത്സരങ്ങളുടെ റിസൾട്ട് ഇനി നോക്കുക. നിങ്ങൾക്കറിയാവുന്ന പോലെ ആദ്യ 8 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ടീമാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16ലേക്ക് നേരിട്ടെത്തുക. ഇനി ലീഗ് ഘട്ടത്തിൽ 2 മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആരൊക്കെയാണ് മുന്നിലുള്ളത് നോക്കുകയാണ്. 1 ആഴ്സണൽ കളിച്ച 6 കളിയും ജയിച്ച് 18 പോയിന്റ്. അവരുടെ ഗോൾ ഡിഫറൻസോ +16. 2 ബയേൺ 15 പോയിന്റ്, 3 PSG 13 പോയിന്റ്, ഗോൾ ഡിഫറൻസ് 11. മാഞ്ചസ്റ്റർ സിറ്റിക്ക് 13 പോയിന്റ്, 4ാം സ്ഥാനത്ത്, ഗോൾ ഡിഫറൻസ് 6. അറ്റ്ലാന്റയ്ക്ക് 13 പോയിന്റ്, അവർ 5ാം സ്ഥാനത്താണ്, ഗോൾ ഡിഫറൻസ് 2. റയൽ മാഡ്രിഡിന് 12 പോയിന്റ്, ഗോൾ ഡിഫറൻസ് 6, അവർ 7ാം സ്ഥാനത്ത്. അത്ലറ്റിക്കോ മാഡ്രിഡിന് 12 പോയിന്റ്, ഗോൾ ഡിഫറൻസ് 3, അവർ 8ാം സ്ഥാനത്ത്. സോ ഈ ആദ്യ 8 സ്ഥാനത്തുള്ളവരാണ് റൗണ്ട് ഓഫ് 16ലേക്ക് നേരിട്ട് കിടക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനിയുള്ള 2 റൗണ്ടും വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ ഈ 6, 7, 8 സ്ഥാനത്തുള്ള ടീമുകൾക്കൊക്കെ 12 പോയിന്റ് ആണല്ലോ ഉള്ളത്. അതിന് തൊട്ട് പുറകിലുള്ള ലിവർപൂളിനും 12 പോയിന്റ് ഉണ്ട്, പക്ഷെ അവർ 9ാം സ്ഥാനത്താണ്. 12 പോയിന്റ്, 3 ഗോൾ ഡിഫറൻസ്, അവർ 9ാം സ്ഥാനത്ത്. സോ ഗോൾ ഡിഫറൻസിന് വളരെ പ്രാധാന്യമുണ്ട്. വരുന്ന മത്സരങ്ങളിൽ നമുക്കത് കൂടുതൽ കാണാൻ പറ്റും. ദെൻ ഡോട്ട്മുണ്ടാണ് 10ാമത്, 11 പോയിന്റ് ഉണ്ട്, 6 ഗോൾ ഡിഫറൻസ്. ടോട്ടനാം 11ാമത്, 11 ഗോളുണ്ട്, 11 പോയിന്റ് ഉണ്ട്, +6 ഗോൾ ഡിഫറൻസ്. ന്യൂകാസിലിന് 10 പോയിന്റ്, അവർ 12ാം സ്ഥാനത്ത്. ചെൽസിക്ക് 10 പോയിന്റ്, 13ാം സ്ഥാനത്ത്. സ്പോർട്ടിങ്ങിന് 10 പോയിന്റ്, 14ാം സ്ഥാനത്ത്. ഇത് ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. യഥാക്രമം ന്യൂകാസിലിന് 7, ചെൽസിക്ക് 5, സ്പോർട്ടിങ്ങിന് 4 ഗോൾ ഡിഫറൻസ് ഉള്ളത്. ബാഴ്സലോണക്ക് 10 പോയിന്റാണ്, അവരിപ്പോൾ 15ാം സ്ഥാനത്താണ്. മാഴ്സക്ക് 9 പോയിന്റാണ്, അവരിപ്പോൾ 16ാം സ്ഥാനത്താണ്. യുവന്റസിനും 9 പോയിന്റ്, 17ാം സ്ഥാനത്ത്. ഗാലറ്റസറായിക്ക് 9 പോയിന്റ്, 18ാം സ്ഥാനത്ത്. മൊണോക്കോക്ക് 9 പോയിന്റ്, 19ാം സ്ഥാനത്ത്. ലെവർക്യൂസിന് 9 പോയിന്റ്, 20ാം സ്ഥാനത്ത്. ഇതൊക്കെ ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 9 പോയിന്റുകാർ ഇങ്ങനെ വ്യത്യസ്ത പൊസിഷനിലേക്ക് എത്തിയത്. PSV ഐന്തോവൻ 8 പോയിന്റുമായിട്ട് 21ാം സ്ഥാനത്ത്. കറാബാഗ് FK 7 പോയിന്റുമായിട്ട് 22ാം സ്ഥാനത്ത്. നാപ്പോളി 7 പോയിന്റുമായിട്ട് 23ാം സ്ഥാനത്ത്. കോപ്പൻഹേഗൻ 7 പോയിന്റുമായിട്ട് 24ാം സ്ഥാനത്ത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 9ാം സ്ഥാനം മുതൽ 24ാം സ്ഥാനം വരെയുള്ള ടീമുകൾക്ക് പ്ലേ ഓഫ് കളിക്കാൻ പറ്റും. റൗണ്ട് ഓഫ് 16 മുന്നോടിയായിട്ടുള്ള ഒരു പ്ലേ ഓഫ് കളിക്കാൻ പറ്റും. സോ അവിടെയും മത്സരങ്ങൾ കനക്കും എന്നർത്ഥം. ഇപ്പോൾ ബെൻഫിക്ക 6 പോയിന്റുമായിട്ട് 25ാം സ്ഥാനത്തുണ്ട്. സോ അവരുടെ ഭാഗത്ത് നിന്ന് അടുത്ത 2 റൗണ്ടുകൾ വളരെ ക്രൂഷ്യലാണ്. പെഫോസിന് 6 പോയിന്റ്, യൂണിയൻ SGക്ക് 6 പോയിന്റ്. പെഫോസ് 26ഉം യൂണിയൻ SG 27ഉമാണ്. അത്ലറ്റിക് ക്ലബിന് 5 പോയിന്റേ ഉള്ളൂ, അവർ 28ാം സ്ഥാനത്ത്. ഒളിമ്പിയാക്കോസിന് 5 പോയിന്റ്, അവർ 29ാം സ്ഥാനത്ത്. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിന് 4 പോയിന്റ്, അവർ 30ാം സ്ഥാനത്ത്. ക്ലബ് ബ്രൂഗക്ക് 4 പോയിന്റ്, അവർ 31ാം സ്ഥാനത്ത്. ബോഡോ ഗ്ലിംറ്റ് 3 പോയിന്റ്, അവർ 32ാം സ്ഥാനത്ത്. സ്ലാവിയ പ്രാഹ 3 പോയിന്റ്, അവർ 33ാം സ്ഥാനത്ത്. അയാക്സിന് 3 പോയിന്റ്, അവർ 34ാം സ്ഥാനത്ത്. VRL 1 പോയിന്റ് 35, ഖൈറാത്ത് അൽമാറ്റി 1 പോയിന്റ് 36. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 25ാം സ്ഥാനം മുതൽ 36ാം സ്ഥാനം വരെ എത്തുന്ന ടീമുകൾ പുറത്താവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത 2 മത്സരങ്ങൾ വളരെ ക്രൂഷ്യലാണ്. നല്ല പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം നടത്തി. ഇപ്പോൾ ഗോളടിയുടെ കാര്യത്തിൽ
UCL ഈ 2025 കളികൾ അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പ തന്നെയാണ്. എന്നാൽ എംബാപ്പ കളിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം 9 ഗോളുകളുമായിട്ട് UCL ഒന്നാം സ്ഥാനത്താണ്. ഏർലിംഗ് ഹാലൻഡ് 6 ഗോളുകളുമായി രണ്ടാമത്. ഹാലൻഡ് തുടർച്ചയായി 6 കളികളിലും ഗോളടിച്ച് മികവ് കാട്ടി മുന്നോട്ട് പോവുകയാണ്. വിക്ടർ ഓസിംഹനും 6 ഗോളുകളുണ്ട്, അദ്ദേഹവും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. ആന്റണി ഗോർഡനും ഗബ്രിയൽ മാർട്ടിനെല്ലിക്കും ഹാരി കെയ്നും ഒക്കെ 5 വീതം ഗോളുകളാണ്. ഏതായാലും പോരാട്ടങ്ങൾ കനക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആഴ്സണൽ അനായാസം അടുത്ത റൗണ്ടിലേക്ക് പോകുമെന്നുള്ളത് ഇപ്പോഴേ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ടീമുകൾ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. ബയേണും PSG-യും മാഞ്ചസ്റ്റർ സിറ്റിയും അറ്റ്ലാന്റയും ഇന്ററും റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും ഒക്കെ ആദ്യ 8 സ്ഥാനങ്ങളിലുണ്ടെങ്കിലും പിന്നാലെ തന്നെ ലിവർപൂളും ഡോട്ട്മുണ്ടും ടോട്ടനാമും ന്യൂകാസിലും ചെൽസിയും സ്പോർട്ടിങ്ങും ബാഴ്സയും മാഴ്സയും ഒക്കെയുണ്ട്. സോ അടുത്ത 2 റൗണ്ട് മത്സരങ്ങൾ വളരെ ക്രൂഷ്യലാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.